ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ ക്ലൈമാറ്റിക് സോണായ അതായത് ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റിൻ്റെ ടിപ്പിക്കൽ ഷെൽറ്ററും അതുപോലെ തന്നെ ട്രഡീഷണൽ ഷെൽറ്ററും എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൻ്റെ ടിപ്പിക്കൽ ഷെൽറ്ററും അതുപോലെ തന്നെ ട്രഡീഷണൽ ഷെൽറ്ററും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കാം ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റ്. അതിൻ്റെ നേച്ചർ നമുക്കറിയാം. ദിസ് ക്ലൈമറ്റ് ഈസ് വെരി സിമിലർ ടു ദ കോമ്പോസിറ്റ് ഓർ മൺസൂൺ ക്ലൈമറ്റ് വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റ് റെയിനി സീസൺ. ഇപ്പോൾ ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനി സീസൺസ് ഒക്കെ കുറവായിരിക്കും, പകരം ചൂട് കൂടുതലുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ഡൊമിനേറ്റഡ് ബൈ സ്ട്രോങ് സോളാർ റേഡിയേഷൻസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും, സ്ട്രോങ് എയർ മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റാണ് ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റ്. ഇനി അതിൻ്റെ ഫോമും പ്ലാനിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ബിൽഡിങ്ങിൻ്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ദ ബിൽഡിംഗ് പ്ലാൻ ഷുഡ് ബി റീസണബിളി കോമ്പാക്ട്. മറ്റേൻ്റെ കേസിൽ പറഞ്ഞു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ചെയ്യണം എന്ന് പറയാം. ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നത് ചൂടൊക്കെ കൂടുതലായ കാരണം എന്താണ്, കോമ്പാക്റ്റ് ആയിട്ട് ബിൽഡിങ് ചെയ്യുക. ഡോർ വിൻഡോസും സോളാർ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒബ്ലോങ് പ്ലാന് കൊടുക്കാൻ ശ്രദ്ധിക്കുകയാണ്, കോമ്പാക്റ്റ് പ്ലാൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് വിൻഡോ ഫേസിങ് വെസ്റ്റ് ഷുഡ് ബി അവോയ്ഡഡ്. നോർത്തും സൗത്തിലും ഓറിയൻറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെസ്റ്റ് സൈഡിലൊക്കെ വിൻഡോസ് കൊടുക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അതിൻ്റെ എക്സ്റ്റേണൽ സ്പേസസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെലക്ഷൻ ഉണ്ട്. പ്രൊവൈഡ് അഡ്ജസ്റ്റബിൾ ഷെയ്ഡിങ് ഡിവൈസസ് ഓർ പ്രൊവൈഡ് ഓൾട്ടർനേറ്റീവ് എക്സ്റ്റേണൽ സ്പേസസ് ഫോർ കൂൾ പീരിയഡ്. അതായത് ഈ ഒരു ക്ലൈമറ്റിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ എന്താ ചെയ്യുക, വിൻഡോസിലൊക്കെ ഷെയ്ഡിങ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നിടത്ത് ഷെയ്ഡിങ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്പേസസിൽ എന്തെങ്കിലും നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കൂളാക്കാനുള്ള ട്രീസ് കൊടുക്കുകയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ രീതിയിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയോ ചെയ്യുക. ഇനി ഇതിൻ്റെ റൂഫും വോളും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾ ആൻഡ് റൂഫ് ഓഫ് ഹൈ തെർമൽ കപ്പാസിറ്റി മെറ്റീരിയൽ കണ്ടിന്യൂസ്ലി ഒക്യുപ്പൈഡ് ബിൽഡിംഗ്. വാളും റൂഫും ഒക്കെ തെർമലി കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസ് കൊണ്ടിട്ടായിരിക്കണം ഇതിൻ്റെ റൂഫും വാളും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഈസ്റ്റിലെയും വെസ്റ്റിലെയും വാള്, അതായത് സൺപാത്തിൻ്റെ ഡിറക്ഷനാണല്ലോ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റിലെയും വെസ്റ്റിലെയും വാൾ എന്ന് പറഞ്ഞാൽ മാസീവായിട്ടായിരിക്കണം ചെയ്യാൻ. അതായത് ഈ വരുന്ന സ്ട്രോങ് സോളാർ റേഡിയേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാളായിരിക്കണം ഈസ്റ്റിലും വെസ്റ്റിലും കൊടുക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ സർഫസസ് എങ്ങനെയാണെന്ന് നോക്കാം. റിഫ്ലക്റ്റീവ് സർഫസസ് ആർ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് യൂസ്ഡ് ഡ്യൂറിങ് ഡേ ഓൺലി. അപ്പം സർഫസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റിഫ്ലക്റ്റീവ് സർഫസസ് കൂടുതലായിട്ട് യൂസ് ചെയ്യും ഡേ ടൈമിൽ. അതായത് ഈ വരുന്ന സൺറൈസിനെ റിഫ്ലക്റ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് റിഫ്ലക്റ്റീവ് സർഫസസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് കളേർഡ് വാൾസും ലൈറ്റ് കളേർഡ് വാൾസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് സർഫസസിൽ. അതുപോലെ തന്നെ ഓപ്പണിങ്സ് അല്ലെങ്കിൽ ക്ലോസബിൾ വിൻഡോസിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ക്ലോസബിൾ അല്ലെങ്കിൽ ഓപ്പണബിൾ രീതിയിലുള്ള വിൻഡോസും ഡോർസും ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യാൻ. ദർ ഈസ് നോ നീഡ് ടു ക്യാപ്ചർ ദ വിൻഡ് ഓർ കൂളിംഗ് ബ്രീസ് ഓൺ ദിസ്. ദി വിൻഡ് ഡയറക്ഷൻ നീഡ് നോട്ട് ടു ബി കൺസിഡേർഡ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓപ്പണിംഗ്. അപ്പോൾ വിൻഡിൻ്റെ ഡിറക്ഷൻ നോക്കിയിട്ടല്ല ഇവിടെ നമ്മൾ വിൻഡോസിൻ്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അല്ലേ വിൻഡിൻ്റെ ഡിറക്ഷൻ നോക്കിയിട്ട് ഓപ്പണിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ സ്ട്രോങ് സോളാർ റേഡിയേഷൻ ഉള്ളൊരു ക്ലൈമറ്റ് ആയത് കാരണം വിൻഡിൻ്റെ ഡിറക്ഷൻ നോക്കി നമ്മൾ ഓപ്പണിങ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഓപ്പണിങ്സ് കൊടുക്കുന്നിടത്ത് സണ്ണിൻ്റെ ഡിറക്ഷൻ നോക്കി ഓപ്പണിങ്സ് കൊടുക്കുക. അവിടെ ഓപ്പണിങ്സ് കൊടുക്കുന്നിടത്ത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡിങ് ഡിവൈസസും ഓപ്പണബിൾ അല്ലെങ്കിൽ ക്ലോസബിൾ വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇതാണ് ഇതിൻ്റെ ടിപ്പിക്കൽ ഷെൽറ്റർ എന്ന് പറഞ്ഞത്, സാധാരണ രീതിയിലുള്ള ഷെൽറ്റർ. അതായത് ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ ഒരു ക്ലൈമറ്റിൻ്റെ തന്നെ ട്രഡീഷണൽ ഷെൽറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ട്രഡീഷണൽ റൂറൽ ഷെൽറ്റർ ഇൻ ദിസ് ക്ലൈമറ്റ് ഈസ് വിത്ത് മഡ് ആൻഡ് ബാറ്റിൽ വാൾസ് ആൻഡ് താച്ച്ഡ് വാൾസ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആധുനിക കാലത്ത് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഷെൽറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് റൂറൽ ഷെൽറ്റർ ആയിരിക്കും. ഈ ഒരു ക്ലൈമറ്റിൻ്റെ കേസിൽ മഡ് കൊണ്ടും അതുപോലെ തന്നെ ബാറ്റിൽ വോൾസ്, അത് മഡും അതുപോലെ തന്നെ കോക്കനട്ട് അല്ലെങ്കിൽ പാമിൻ്റെയൊക്കെ ട്രങ്ക് ആ സ്റ്റെമ്മ് കൊണ്ടിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വോളും റൂഫും
ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റിലുള്ള ട്രഡീഷണൽ ഷെൽട്ടർ. ദ വോൾ കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ പോൾസ് ഡ്രിവൺ ഇൻ ടു ദി ഗ്രൗണ്ട് ഇൻ എ സർക്കിൾ. അപ്പോൾ വോൾസിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ സർക്കിൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പോൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ പോൾസും സ്റ്റെംസും ലീവ്സും ഒക്കെ യൂസ് ചെയ്ത് വീവ് ചെയ്തെടുക്കുന്ന പാറ്റേൺ ആണ് ഇവിടുത്തെ വോൾസും റൂഫും ഒക്കെ കാണാൻ പറ്റുന്നത്. ദ ഹോൾ ഇൻ പ്ലാസ്റ്ററിങ് വിത്ത് മഡ്. നമുക്കറിയാം പഴയ കാലത്ത് താച്ച്ഡ് റൂഫൊക്കെ ഇങ്ങനെ ഓല മേഞ്ഞ പുരയൊക്കെ ആകുമ്പോൾ കോക്കനട്ട് ലീഫ് കൊണ്ട് ഫുള്ളി വീവ് ചെയ്തെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, വാൾസൊക്കെ ചിലത് പ്ലാസ്റ്റർ ചെയ്യും മഡ് കൊണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു പാറ്റേൺ ആണ് ട്രഡീഷണൽ ഷെൽട്ടറിലെ അപ്ലാൻഡ് ക്ലൈമറ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞ ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ റൂറൽ ഏരിയാസിൽ പണ്ടത്തെ കാലത്ത് ട്രഡീഷണൽ രീതിയിൽ ഇങ്ങനെയുള്ള പാം ലീഫും ഒക്കെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൗസസിൽ ചൂട് നല്ല കുറവായിരിക്കും. അതുപോലെ തന്നെ മഡ് യൂസ് ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ രീതിയിൽ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ. In some areas, mud and construction is carried out through the roof, which also have a high thermal capacity. അപ്പം ചില ഏരിയാസിൽ മഡ് വാൾസിൽ മാത്രമല്ല റൂഫിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു തെർമലി കപ്പാസിറ്റിയുള്ള മെറ്റീരിയലാണ്. സോ നമുക്ക് ഒരു പരിധി വരെയും സോളാർ റേഡിയേഷൻ്റെ ഹീറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. In urban areas, the stone is available, masonry wall and slate roof etc. അപ്പം റൂറൽ ഏരിയാസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അർബൻ ഏരിയാസിൽ സ്റ്റോണും അതുപോലെ തന്നെ മേസൺറി വാൾസും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂഫ് മേ സ്റ്റിൽ ദ ടാച്ച്ഡ് ഓൾ ഓഫ് വുഡ് പ്ലാസ്റ്റേർഡ് വിത്ത് മഡ് ഓപ്പണിംഗ് ആർ ഓൾവേസ് സ്മോൾ. അപ്പോൾ റൂഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വുഡ് താച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മഡ് താച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ഓപ്പണിങ്സ് ഒക്കെ ചെറുതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വിൻഡല്ല സോളാർ റേഡിയേഷൻ ഉള്ളിലേക്ക് കയറുന്നത് ഒരു പരിധി വരെയും ഇവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പം ഇതാണ് ട്രോപ്പിക്കൽ അപ്ലാൻഡ് ക്ലൈമറ്റിലെ ട്രഡീഷണൽ ഷെൽട്ടറിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടിപ്പിക്കൽ ഷെൽട്ടറിൻ്റെ ഫീച്ചറുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എഴുതുക. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വേറൊരു ക്ലൈമറ്റില്ല വാം ഹ്യൂമിഡിൻ്റെ ട്രഡീഷണൽ ഷെൽട്ടർ എന്താണെന്ന് നോക്കാം. അപ്പം ഇന്ന് ഇത്രയും നോട്ട്സ് എഴുതിയാൽ മതിയാവും. അത് എഴുതിയിട്ട് 8 മണിക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യുക.